നമ്മളിത് നോക്കാൻ പോകുന്നത് 17/8/2024 LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കൊല്ലം കണ്ണൂർ ജില്ലയിൽ നടന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 109/2024. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇറാൻ, ഓപ്ഷൻ ബി മാലിദ്വീപ്, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഏതാണ്? അത് ഓപ്ഷൻ ബി മാലിദ്വീപ് ആണ് കേട്ടോ, മാലിദ്വീപ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അത് മാലിദ്വീപ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. പ്രസ്താവന വായിക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒഡീഷയിൽ ഗവർണറായി ചുമതലയേറ്റു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ്? അത് ഓപ്ഷൻ ഡി VP മേനോൻ ആണ് കേട്ടോ, VP മേനോൻ. ഇനി അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്താണ്? ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി പ്രവർത്തിച്ച വ്യക്തിയാണ്. പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇനി VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം എന്നാന്ന് വെച്ചാൽ അത് 1952 കേട്ടോ. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1952 അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഒന്നുകൂടെ പറയാം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഓപ്ഷൻ വായിക്കാം. പാരീസ്, ഓപ്ഷൻ ബി ബ്രസൽസ്, ഓപ്ഷൻ സി ബെർലിൻ, ഓപ്ഷൻ ഡി ജനീവ. ഏതാണ്? അത് ഓപ്ഷൻ ബി ബ്രസൽസ് ആണ് കേട്ടോ, ബ്രസൽസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ പ്രസ്താവന വായിക്കാം. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ, വൈകുണ്ഠ സ്വാമികൾ. ഇനി സഹോദര പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സഹോദര പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ, സഹോദരൻ അയ്യപ്പൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. പ്രസ്താവന വായിക്കാം. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. നാലാമത് പറഞ്ഞ പ്രസ്താവന മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ഉൾപ്പെടാത്തത് കേട്ടോ. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാല് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അതാരാണ്? അത് മൗണ്ട് ബാറ്റൻ ആണ് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരാന്ന് വെച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആണ്. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ്
ഏത് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. കോൺഗ്രസും സർവേ ഇന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ്? കോൺഗ്രസും സർവേ ഇന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. എന്താണ്? വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് കേട്ടോ. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താണ്? ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നത് അത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഡിക്കി ബേഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് കേട്ടോ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാ? മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് കേട്ടോ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ഇനി എന്നാണ് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി അവതരിപ്പിച്ച തീയതി എന്നാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി അത് 1947 ജൂൺ 3-നാണ്. എന്നാണ്? 1947 ജൂൺ 3-നാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി അവതരിപ്പിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ജൂൺ 3 പദ്ധതി എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്ഥാനം വായിക്കാം. ഞാനാണ് രാഷ്ട്രം, ലൂയി 11 ശരിയാണോ? എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. അത് ശരിയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ? ഇതാര് പറഞ്ഞാണ്? അത് മേരി അന്റോയിനേറ്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-നും നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനേറ്റും ആണ്. ഇനി ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൂയി 14-നാണ് കേട്ടോ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-നാണ്. 14. ഇനി ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജനങ്ങളാണ് പരമാധികാരി എന്ന് അഭിപ്രായപ്പെട്ടത് അത് റൂസ്വോയാണ് കേട്ടോ. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് മെറ്റേണിക്കാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി മഹാനദി. ഏതാണ്? അത് ഓപ്ഷൻ സി ഗോദാവരിയാണ് കേട്ടോ. എവിടെ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്? ഗോദാവരി നദിയുടെ ഉത്ഭവം എന്ന് ചോദിച്ചാല് അത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് കേട്ടോ. ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് അത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക കുന്നുകളിൽ നിന്നാണ്. ഇനി ഏറ്റവും വലിയ ഉപദ്വീപീയൻ നദീവ്യൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഒന്നുകൂടെ പറയാം. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹം ഏതാണെന്ന് ചോദിച്ചാല് അത് ഗോദാവരിയാണ്. ദക്ഷിണഗംഗ, വൃദ്ധഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണഗംഗ, വൃദ്ധഗംഗ. അത് ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരി അറിയപ്പെടുന്ന പേരുകളാണ് ദക്ഷിണഗംഗ, വൃദ്ധഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. ഇനി ഗോദാവരി നദി ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന പ്രദേശം ഏതാണ്? ഗോദാവരി നദി ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്ന പ്രദേശം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് പോളാവാരമാണ് കേട്ടോ. പോളാവാരം. ഇനി ഗോദാവരി പതിക്കുന്നത് എവിടെയാണ്? അത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ ചോദിച്ചാലും അതും ഗോദാവരിയാണ്. ഒന്നുകൂടെ പറയാം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഇതൊക്കെ ഗോദാവരിയാണ്. ഇനി ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് പൂർണ്ണ, ശബരി, മഞ്ചീര, ഇന്ദ്രാവതി, പ്രാണഹിത കേട്ടോ. പൂർണ്ണ, പ്രാണഹിത, ശബരി, മഞ്ചീര, ഇന്ദ്രാവതി ഇവയൊക്കെ എന്താണ്? ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. ഇനി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി
ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ ഉപദ്വീപീയ നദി അത് കൃഷ്ണയാണ് കേട്ടോ. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കൃഷ്ണ നദിയുടെ ഉത്ഭവം അത് പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇനി അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്കുഗംഗ എന്നിങ്ങനെയാണ് കൃഷ്ണ നദി അറിയപ്പെടുന്നത്. ഏതൊക്കെ പേരിലാണ്? അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്കുഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കേട്ടോ. പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് തുംഗഭദ്ര, കൊയ്ന, ഭീമ, മാലപ്രഭ, ഗൗഡപ്രഭ ഇതൊക്കെ എന്താണ്? കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഒന്നുകൂടെ പറയാം: തുംഗഭദ്ര, കൊയ്ന, ഭീമ, മാലപ്രഭ, ഗൗഡപ്രഭ ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് കേട്ടോ. ഇനി പ്രധാന അണക്കെട്ട്. കൃഷ്ണ നദിയിലെ പ്രധാന അണക്കെട്ട് ഏതാണ്? അത് നാഗാർജുന സാഗർ ഉണ്ട്, അൽമാട്ടി ഉണ്ട് കേട്ടോ. പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നാഗാർജുന സാഗർ ഉണ്ട്, അൽമാട്ടി ഉണ്ട് കേട്ടോ. ഇനി മഹാനദിയെ കുറിച്ച് പറയാം. മഹാനദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അത് മൈക്കല മലനിരകൾ, മധ്യപ്രദേശ് കേട്ടോ. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒഡീഷയുടെ ദുഃഖം അത് മഹാനദിയാണ് കേട്ടോ. ഇനി മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഏതാണെന്ന് വെച്ചാൽ ഏതാ? മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് അത് ഹിരാക്കുഡ് ആണ് കേട്ടോ. ഹിരാക്കുഡ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഷിയോനാഥ്, ഇബ്, ടെല്ല് പ്രധാന പോഷക നദികൾ. മഹാനദിയുടെ പ്രധാന പോഷക നദി ഏതൊക്കെയാണെന്ന് വെച്ചാല് ഷിയോനാഥ്, ഇബ്, ടെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി ന്യൂയോർക്ക്, ഓപ്ഷൻ ഡി ഗ്രീനിച്ച്. അത് ഓപ്ഷൻ ഡി ഗ്രീനിച്ച് ആണ് കേട്ടോ. ഗ്രീനിച്ച്. എന്താണ്? ഒന്നുകൂടെ പറയാം. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാല് അത് ഗ്രീനിച്ച് ആണ് കേട്ടോ. ഗ്രീനിച്ച്. 0° രേഖാംശരേഖ അറിയപ്പെടുന്നത് എന്താണ്? 0° രേഖാംശരേഖ അത് ഗ്രീനിച്ച് രേഖയാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഒന്നുകൂടെ പറയാം. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നതിന് അടിസ്ഥാനം ഗ്രീനിച്ച് രേഖ ആയതിനാൽ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ കേട്ടോ. പ്രൈം മെറിഡിയൻ. ഇനി ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് ഗ്രീനിച്ച് സമയം എന്നാണ് കേട്ടോ. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് ഗ്രീനിച്ച് സമയം എന്നാണ്. ഇനി ചോദിക്കാം, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 24 ആണ് കേട്ടോ. 24 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ത്രിപുര. ഏതാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം? അത് ഓപ്ഷൻ ബി ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. ഭൂമധ്യ രേഖയിൽ നിന്നും 23.5° വടക്ക് അക്ഷാംശത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരായന രേഖയാണ് കേട്ടോ. ഭൂമധ്യ രേഖയിൽ നിന്നും 23.5° വടക്ക് അക്ഷാംശത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണെന്ന് ചോദിച്ചാല് അത് ഉത്തരായന രേഖയാണ്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാള്, ത്രിപുര, മിസോറാം. ഒന്നുകൂടെ പറയാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാള്, ത്രിപുര, മിസോറാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തെക്കു കിഴക്കൻ ഏഷ്യ, ഓപ്ഷൻ ബി വടക്കേ അമേരിക്ക, ഓപ്ഷൻ സി തെക്കേ അമേരിക്ക, ഓപ്ഷൻ ഡി ആഫ്രിക്ക. ഏതാണ്? അത് ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ് കേട്ടോ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് തെക്കേ അമേരിക്കയാണ് കേട്ടോ. ഉണ്ണിയേശു എന്ന അർത്ഥം വരുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. ഉണ്ണിയേശു എന്ന അർത്ഥം വരുന്ന പ്രതിഭാസമാണ് എൽനിനോ എന്നറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽനിനോ. എന്താണ്? പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽനിനോ കേട്ടോ. എൽനിനോ എന്ന പ്രതിഭാസം കാണപ്പെടുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത്
പെറു ആണ് കേട്ടോ, പെറു. എലിനോ എന്ന പ്രതിഭാസം കാണപ്പെടുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് പെറു. 3 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളകളിലാണ് എൽനിനോ ഉണ്ടാകുന്നത്. എന്താണ്? 3 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളകളിലാണ് എൽനിനോ ഉണ്ടാകുന്നത് കേട്ടോ. കിഴക്കൻ പസഫിക് ഭാഗത്തായി പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണിത്. അപ്പം ഉണ്ണിയേശു എന്നറിയപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽനിനോ. എൽനിനോ എന്ന പ്രതിഭാസം കാണപ്പെടുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് പെറു. 3 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളകളിലാണ് എൽനിനോ ഉണ്ടാകുന്നത്. കിഴക്കൻ പസഫിക് ഭാഗത്തായി പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണിത് കേട്ടോ, എൽനിനോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കാൽ ബൈശാഖി, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി വാണിജ്യ കാറ്റുകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ ബി ലൂ ആണ് കേട്ടോ. ഉത്തര മഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. എന്താണ്? ഉത്തര മഹാസമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാന്ന് വെച്ചാൽ അത് ലൂ ആണ് കേട്ടോ. ഇനി ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാവുന്ന കാറ്റ് ഏതാണ്? ബംഗാള്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാവുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കാൽ ബൈശാഖിയാണ് കേട്ടോ, കാൽ ബൈശാഖി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തൃശ്ശൂര്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി വയനാട്. ഏതാണ്? അത് ഓപ്ഷൻ എ തൃശ്ശൂരാണ് കേട്ടോ. ദേശീയപാത 544 വടക്കാഞ്ചേരിക്കും മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കം എന്ന് പറയുന്നത്. എന്താണ്? ദേശീയപാത 544 വടക്കാഞ്ചേരിക്കും മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്കം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്, ഓപ്ഷൻ ബി താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്, ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി, ഓപ്ഷൻ ഡി വിദേശ നാണയ വിപണിയിലെ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്, ഓപ്ഷൻ ബി താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്, ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി, ഓപ്ഷൻ ഡി വിദേശ നാണയ വിപണിയിലെ രൂപയുടെ മൂല്യനിർണ്ണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുക. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി ഇന്ത്യക്ക് വിദേശ കടം വീട്ടാനോ ഇറക്കുമതിക്ക് പണം നൽകാനോ കഴിയാതെ വന്ന കാലഘട്ടമായിരുന്നു 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി. ഒന്നുകൂടെ പറയാം. ഇന്ത്യക്ക് വിദേശ കടം വീട്ടാനോ ഇറക്കുമതിക്ക് പണം നൽകാനോ കഴിയാതെ വന്ന കാലഘട്ടമായിരുന്നു 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധിയുടെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രൂപയുടെ മൂല്യത്തകർച്ച, വിദേശ നാണ്യ ശേഖരത്തിന്റെ കുറവ് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. എന്നൂടെ പറയാം. രൂപയുടെ മൂല്യത്തകർച്ച, വിദേശ നാണ്യ ശേഖരത്തിന്റെ കുറവ് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. ഇനി 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ജാമ്യ പാക്കേജിനായി അന്താരാഷ്ട്ര നാണയനിധിയെ സമീപിച്ചു. ഒരു ജാമ്യ പാക്കേജിനായിട്ട് അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF സമീപിച്ചു. രൂപയുടെ മൂല്യം കുറച്ചു, ഇറക്കുമതി തീരുവ കുറച്ചു കേട്ടോ. ഇത്രയാണ് 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, ഓപ്ഷൻ ബി വരുമാന വർധനവ്, ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം, ഓപ്ഷൻ ഡി തൊഴിൽ വർധനവ്. ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, ഓപ്ഷൻ ബി വരുമാന വർധനവ്, ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം, ഓപ്ഷൻ ഡി തൊഴിൽ വർധനവ്. ഇതിലേതാണ് ശരിയല്ലാത്തത്? അത് ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വമാണ് കേട്ടോ. ഗ്രാമീണ അസമത്വം. 15ാമത്തെ ക്വസ്റ്റ്യൻ,
സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? പ്രസ്താവന വായിക്കാം. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞ വേതന നിരക്ക്, മൂന്നാമത്തെ പ്രസ്താവന ദാരിദ്ര്യം, നാലാമത്തെ പ്രസ്താവന പറയുന്നത് തൊഴിലില്ലായ്മ. അത് ആൻസർ 1ഉം 2ഉമാണ് വരുന്നത് കേട്ടോ. 1ഉം 2ഉം മാത്രം. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, ഓപ്ഷൻ സി വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ഡി പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകരണം. ഏതാണ്? ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്ന ചോദ്യം. ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, ഓപ്ഷൻ സി വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ഡി പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകരണം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക, ഓപ്ഷൻ ബി യുവ സംരംഭകർക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക, ഓപ്ഷൻ സി പറയുന്നത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാര പ്രായത്തിലെ കുട്ടികളുടെ ഉന്നമനം, ഡി പറയുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഏതാ സ്വയം പദ്ധതി? സ്വയം പദ്ധതി അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. ഇനി എന്താണ് സ്വയം പദ്ധതി നോക്കാം. ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ കോഴ്സുകൾ നൽകാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് സ്വയം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ കോഴ്സുകൾ നൽകാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് സ്വയം പദ്ധതി എന്ന് പറയുന്നത്. സ്വയം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്താണെന്ന് വെച്ചാൽ അത് 2017 ജൂലൈ 9-നാണ് കേട്ടോ. സ്വയം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്താണെന്ന് വെച്ചാൽ അത് 2017 ജൂലൈ 9-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ പ്രസ്താവന പറയുന്നത് ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇത് ശരിയാണോ? ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. ഇതും ശരിയാണ്. വിദഗ്ധോപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു. ഇത് ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഇത് ശരിയാണ്. അപ്പം ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയായിരുന്നു ചോദിച്ചത്. പക്ഷെ ഇത് ഫുള്ളും നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കേട്ടോ. നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഒന്നുകൂടെ പറയാം, ഇത് SCERT ഫാക്ടുകളാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായ സേവന മേഖലകളിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് ദരിദ്ര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ അനുവദിക്കുക. ഓപ്ഷൻ സി വൃദ്ധർക്കും നിരാലംബർക്കും സാമ്പത്തിക സഹായം അനുവദിക്കുക. ഓപ്ഷൻ ഡി പറയുന്നത് നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമായി സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക. ഏതാണ്? അത് ഓപ്ഷൻ എ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക കേട്ടോ. മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ഇനി കാർഷികേതര ചെറുകിട സംരംഭകർക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? കാർഷികേതര ചെറുകിട സംരംഭകർക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് മുദ്രാ യോജനയാണ് കേട്ടോ. മുദ്രാ യോജന. മുദ്രാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച തീയതി എന്നാണ്? മുദ്രാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2015 ഏപ്രിൽ 8-നാണ് കേട്ടോ. 2015 ഏപ്രിൽ 8-ന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം അത് മുംബൈ ആണ് കേട്ടോ. മുദ്രാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2015 ഏപ്രിൽ 8-ന് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈ ആണ്. 2024 ജൂലൈ 23-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലൂടെയാണ് മുദ്രാ പദ്ധതിയുടെ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയത് കേട്ടോ. അപ്പം ഒന്നുകൂടെ പറയാം. 2024 ജൂലൈ 23-ന് നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലൂടെയാണ് മുദ്രാ പദ്ധതിയുടെ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപ ആയി ഉയർത്തിയത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? പ്രസ്താവന വായിക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി 1, 2, 3 കേട്ടോ. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് ഭിന്നശേഷിക്കാർക്ക്. ഇനി രാജ്യത്തെ പാവപ്പെട്ടവർക്കും ദുർബല വിഭാഗങ്ങൾക്കും സൗജന്യവും കാര്യക്ഷമവുമായ നിയമസഹായം നൽകുന്നതിനായി ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പ്രകാരം 1995 നവംബർ 9-ന് രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. രാജ്യത്തെ പാവപ്പെട്ടവർക്കും ദുർബല വിഭാഗങ്ങൾക്കും സൗജന്യവും കാര്യക്ഷമവുമായ നിയമസഹായം നൽകുന്നതിനായി ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പ്രകാരം 1995 നവംബർ 9-ന് രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നീതി എല്ലാവർക്കും പ്രാപ്യമാക്കുക. എന്താണ്? നീതി എല്ലാവർക്കും പ്രാപ്യമാക്കുക. ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ആൾ കേട്ടോ. ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ആൾ എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. നീതി എല്ലാവർക്കും പ്രാപ്യമാക്കുക. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളായ സ്ത്രീകള്, കുട്ടികള്, പട്ടികജാതി പട്ടികവർഗക്കാർ, തൊഴിലാളികൾ, വികലാംഗർ, ദുരന്ത ബാധിതർ തുടങ്ങിയവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നുണ്ട് കേട്ടോ. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളായ സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, തൊഴിലാളികള്, വികലാംഗര്, ദുരന്ത ബാധിതർ തുടങ്ങിയവർക്ക് സൗജന്യ നിയമസഹായം നൽകുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. പ്രസ്താവന 2 പറയുന്നത് നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്താണ് പറയുന്നത്? സഭയിൽ പ്രധാനമായും എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? പ്രധാനമായും 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാനായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാന് അത് BR അംബേദ്കർ ആയിരുന്നു കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അത് BR അംബേദ്കർ ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി
അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ആരാണ്? ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ, ഇതൊക്കെ ആരാണ്? അത് രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ, ഇതൊക്കെ എന്താണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഹൗസ് കമ്മിറ്റി ആരാണ്? ഹൗസ് കമ്മിറ്റി അത് പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ്? ഓർഡർ ഓഫ് ബിസിനസ് അത് കെ മുൻഷി ആയിരുന്നു. കെ മുൻഷി. ഇനി മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി ആരാണ്? മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി അത് വല്ലഭായ് പട്ടേൽ ആണ്. വല്ലഭായ് പട്ടേൽ. ന്യൂനപക്ഷ കമ്മിറ്റി ആരാണ്? ന്യൂനപക്ഷം അതും വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കർ, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ രാജേന്ദ്ര പ്രസാദ്, ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി, മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി ആരാണെന്ന് വെച്ചാൽ അത് സർദാർ പട്ടേല്, ന്യൂനപക്ഷ കമ്മിറ്റിയും സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? പ്രസ്താവന പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ, രണ്ടാമത് പ്രസ്താവന മൗലിക അവകാശങ്ങൾ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഏതൊക്കെയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്? അത് 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. 2ഉം 3ഉം. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാ കടമെടുത്തത്? അത് അമേരിക്കൻ ഘടനയിൽ നിന്നാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അത് അയർലൻഡ് ആണ്. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി CAG, റിട്ടുകൾ, നിയമവാഴ്ച, ഏക പൗരത്വം, ഇതൊക്കെ എവിടെ നിന്നാണ് കടമെടുത്തത്? CAG, റിട്ടുകൾ, നിയമവാഴ്ച, ഏക പൗരത്വം ഒക്കെ അത് ബ്രിട്ടൻ ആണ്. ക്യാബിനറ്റ് സമ്പ്രദായം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, പാർലമെന്ററി ജനാധിപത്യം, ഇതൊക്കെ എവിടുന്ന? അത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ക്യാബിനറ്റ് സമ്പ്രദായം, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, പാർലമെന്ററി ജനാധിപത്യം, ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് കേട്ടോ. ഇനി സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ഇംപീച്ച്മെന്റ്, സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിസഭ, ഇതൊക്കെ എവിടെ നിന്നാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ഇംപീച്ച്മെന്റ്, സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിസഭ, ഇതൊക്കെ എവിടെ നിന്നാണ് കടം കൊണ്ടത്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏവ? പ്രസ്താവന വായിക്കാം. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയ, ഏതൊക്കെയാണ്? അത് 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. 2ഉം 3ഉം. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1 പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം, രണ്ടാമത്തെ പ്രസ്താവന വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, മൂന്നാമത്തെ പ്രസ്താവന സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഏതാണ് 19ാം വകുപ്പ്? അത് ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും. ചോദിക്കാം, 19(1)(a) പറയുന്നത് എന്താണ്? 19(1)(a) അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b) പറയുന്നത് ആയുധമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഒന്നുകൂടെ പറയാം. 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, 19(1)(b) ആയുധമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, 19(1)(c) പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(c) പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(d) പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കേട്ടോ. 19(1)(d) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(e) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(g) പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. 19(1)(a) പറയുന്നത് എന്താണ്? അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b) പറയുന്നത്
ആയുധമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19 സി പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19 ഡി പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19 ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 19 ജി പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഒന്ന് പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി. അപ്പം ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 6ആണ്. ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളും. 6ആണ്. ഒരു ചെയർപേഴ്സണും ഉണ്ട്, 5 സ്ഥിര അംഗങ്ങളും ഉണ്ട് കേട്ടോ. ഇനി കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആവും കമ്മീഷന്റെ അധ്യക്ഷൻ. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആവും കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ഒരംഗം. പിന്നെ ഒരു മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരിക്കും. പിന്നെന്താണ്? മനുഷ്യ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാള് വനിതയായിരിക്കണം. അപ്പൊ ഒന്നുകൂടെ പറയാം. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആവും കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ഒരംഗം. പിന്നെ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും മറ്റൊരംഗം. പിന്നെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഒരു പാർട്ടിക്ക് ലഭ്യമാകുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. മൂന്നാമത് പറയുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. ഈ സമ്പ്രദായത്തില് ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇനി കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. സഭയുടെ മൊത്തം അംഗത്തിന്റെ 50% അധികം വരുന്ന ഭൂരിപക്ഷമാണ് കേട്ടോ. സഭയുടെ മൊത്തം അംഗത്തിന്റെ 50% വരുന്ന ഭൂരിപക്ഷം ഏതാണെന്ന് വെച്ചാൽ അത് കേവല ഭൂരിപക്ഷമാണ്. ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു കേട്ടോ. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒന്നുകൂടെ പറയാം. സഭയുടെ മൊത്തം അംഗത്തിന്റെ 50%-ലധികം വരുന്ന ഭൂരിപക്ഷമാണ്. ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണോ? ശരിയാണ്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അതും ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതും ശരിയാണ്. അപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് ജ്ഞാനേഷ് കുമാർ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. മൂന്നാമത്തെ പ്രസ്താവന, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? അത് 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ നോക്കാം. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1, 2, 3. ഇനി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ 2 സഭകളിലെയും അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ് കേട്ടോ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ 2 സഭകളിലെയും അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ്. ഇനി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാല് അത് അനുച്ഛേദം 63 കേട്ടോ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 63. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 64. ഇതാണ് ഒന്നുകൂടെ പറയാം. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അനുച്ഛേദം 64. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയിലെ 73 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. 12ാം ഷെഡ്യൂളിൽ 73 ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തെറ്റാണ്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അതും ശരിയാണ് കേട്ടോ. അപ്പം 73 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഇനി 73 ഭരണഘടനാ ഭേദഗതി നിയമം 1992 കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? അത് 11ാം പട്ടികയും. ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? 73 ഭരണഘടനാ ഭേദഗതി നിയമം 1992 കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് ഭാഗം 9 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്റ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന വായിക്കാം. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. രണ്ടാമത്തെ പ്രസ്താവന, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ഒന്നുകൂടെ വായിക്കാം. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട രൂപീകരിക്കപ്പെട്ടത്. രണ്ടാമത്തെ പ്രസ്താവന, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ് കേട്ടോ. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രൂപീകരിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1956 മെയ് 1 കേട്ടോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രൂപീകരിക്കപ്പെട്ട തീയതി എന്നാണെന്ന് വെച്ചാൽ 1956 മെയ് 1. ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനും മറ്റ് നിയമങ്ങൾക്കും കീഴിൽ അന്വേഷിക്കുന്ന കേസുകളുടെ കുറ്റപത്രങ്ങൾ സമയത്ത് സമർപ്പിക്കുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനും മറ്റ് നിയമങ്ങൾക്കും കീഴിൽ അന്വേഷിക്കുന്ന കേസുകളുടെ കുറ്റപത്രങ്ങൾ കൃത്യസമയത്ത് സമർപ്പിക്കുന്നത് ആരാണെന്ന് വെച്ചാല് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് കേട്ടോ. നിലവില് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണോ? ശരിയാണ്. ഇനി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും ശരിയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു.
മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അപ്പം ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതേത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക. ഓപ്ഷൻ ബി പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നത് ശരീര താപനില നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി പറയുന്നത് ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഏതാണ്? അത് ഓപ്ഷൻ സി ശരീര താപനില നിയന്ത്രിക്കുക കേട്ടോ. അപ്പം മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, പിന്നെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഇതൊക്കെ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ്, ഓപ്ഷൻ ബി പെല്ലഗ്ര, ഓപ്ഷൻ സി ബെറിബെറി, ഓപ്ഷൻ ഡി നിശാന്തത. അത് ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ് ആണ് കേട്ടോ. ഇനി എന്താണെന്ന് നോക്കാം. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ്. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഇതാണ് കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സമുദ്രങ്ങൾ, ഓപ്ഷൻ ബി മഴക്കാടുകൾ, ഓപ്ഷൻ സി ഹിമാലയ പർവ്വതനിര, ഓപ്ഷൻ ഡി മരുഭൂമികൾ. അത് ഓപ്ഷൻ ബി മഴക്കാടുകളാണ് കേട്ടോ. മഴക്കാടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പൂരിത കൊഴുപ്പ്, ഓപ്ഷൻ ബി ട്രാൻസ് കൊഴുപ്പ്, ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്, ഓപ്ഷൻ ഡി ഇവയല്ല. അത് ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പാണ് കേട്ടോ. ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫെമോറൽ ധമനി, ഓപ്ഷൻ ബി കരോട്ടിഡ് ധമനി, ഓപ്ഷൻ സി അയോർട്ട, ഓപ്ഷൻ ഡി വീന കാവ. ഏതാ? വീന കാവ. അത് ഓപ്ഷൻ സി അയോർട്ടയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണെന്ന് ചോദിച്ചാല് അത് അയോർട്ടയാണ്. ശുദ്ധ രക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി ഏതാണ്? ശുദ്ധ രക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി അത് അയോർട്ടയാണ് കേട്ടോ. അയോർട്ട അഥവാ മഹാധമനി എന്ന് പറയുന്നു. ശുദ്ധ രക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി ഏതാണെന്ന് ചോദിച്ചാല് അത് അയോർട്ട അഥവാ മഹാധമനിയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ഏതാണ്? അത് ശ്വാസകോശ ധമനിയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ചോദിച്ചാല് അത് ശ്വാസകോശ ധമനിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകുകളാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അനോഫിലസ്, ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തി, ഓപ്ഷൻ സി ക്യൂലെക്സ്, ഓപ്ഷൻ ഡി ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. അത് ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് കേട്ടോ. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. ഏതാ? അത് ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ് ആണ്. എന്നാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്? അത് 1948 ഏപ്രിൽ 7-നാണ് കേട്ടോ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്. എന്നാണെന്ന് വെച്ചാൽ 1948 ഏപ്രിൽ 7-നാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണെന്ന് വെച്ചാൽ അത് 6 കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണെന്ന് വെച്ചാൽ അത് 6. ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, അറബിക്, റഷ്യൻ, സ്പാനിഷ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, അറബിക്, റഷ്യൻ, സ്പാനിഷ്. ഇനി ലോകാരോഗ്യ സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 194 കേട്ടോ. ലോകാരോഗ്യ സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 194. ഇനി എന്നാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്
അത് ഏപ്രിൽ 7 കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1, ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ശരിയാണോ? അത് ശരിയാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ഇനി അടുത്ത പ്രസ്താവന പറയുന്നത് ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഇനി ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. ഇനി ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? അത് ഭൂമിയുടെ ഉപരിതലത്തിലാണ് കേട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ. ഒന്നുകൂടെ പറയാം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ അത് ഭൂമിയുടെ ഉപരിതലത്തിലാണ് കേട്ടോ. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എന്താണ്? ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുകയും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം എന്താണ്? കുറയും കേട്ടോ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ജിയുടെ മൂല്യം എത്രയാണ്? ജിയുടെ മൂല്യം അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ധ്രുവ പ്രദേശങ്ങളില് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ് കേട്ടോ. ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ ക്വസ്റ്റ്യൻ. എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഓപ്ഷൻ വായിക്കാം. 2:1, ഓപ്ഷൻ ബി 1:2, ഓപ്ഷൻ സി 1:4, ഓപ്ഷൻ ഡി 1:1. എത്രയായിരിക്കും? അത് 1:1 ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ ഡി 1:1 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശുദ്ധജലമുണ്ട്, വായുവുണ്ട്, സമുദ്രജലമുണ്ട് കേട്ടോ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശുദ്ധജലം, വായു, സമുദ്രജലം ഏതായിരിക്കും ആദ്യം വരുന്നത്? അത് ഒന്നാമത് വരുന്നത് വായു ആണ്, പിന്നീട് ശുദ്ധജലം, പിന്നീട് വരുന്നത് സമുദ്രജലമാണ് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 1, 3. അപ്പം വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? വായുവിലൂടെയുള്ള ശബ്ദവേഗം അത് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 340 മീറ്റർ പെർ സെക്കൻഡ്. ജലത്തിലൂടെ ആണെങ്കിൽ 1498 ആണ് കേട്ടോ. ജലത്തിന്റെ ആണെങ്കിൽ അത് 1498. സമുദ്രജലത്തിന്റെ ആണെങ്കിൽ 1531 ആണ് കേട്ടോ. വായുവില് 340 മീറ്റർ പെർ സെക്കൻഡും ജലത്തിൽ 1498 മീറ്റർ പെർ സെക്കൻഡും സമുദ്രജലത്തിലാണെങ്കിൽ അത് 1531 മീറ്റർ പെർ സെക്കൻഡും ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 1.5%, ഓപ്ഷൻ ബി 2%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 1%. ഏതാ? അത് ഓപ്ഷൻ ഡി 1% ആണ് കേട്ടോ.
ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 1%. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്ന ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി സൾഫർ ഡ്രൈ ഓക്സൈഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. ഏതാ? അത് ഓപ്ഷൻ സി അമോണിയ ആണ് കേട്ടോ. അമോണിയയുടെ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമോണിയ വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ ഏത് പേരിലാണ്? അത് ഹേബർ പ്രക്രിയയാണ് കേട്ടോ. ഹേബർ പ്രക്രിയ. ഇനി ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി വ്യാവസായികമായി നിർമ്മിക്കപ്പെടുന്ന ആസിഡ് ഏതാന്ന് വെച്ചാൽ അതേതാ? അത് നൈട്രിക് ആസിഡ് ആണ് കേട്ടോ. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന എന്താണ്? അത് പ്ലാറ്റിനം ആണ് കേട്ടോ. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് അത് പ്ലാറ്റിനം ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? സൾഫ്യൂരിക് ആസിഡ്. അത് സമ്പർക്ക പ്രക്രിയ കേട്ടോ. സമ്പർക്ക പ്രക്രിയ. അതിന്റെ ഉൾപ്രേരകം ഏതാണ്? ഉൾപ്രേരകം അത് വനേഡിയം പെന്റോക്സൈഡ് ആണ് കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ്. ക്ലോറിന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്ലോറിൻ. അത് ഡീക്കൻസ് പ്രക്രിയയാണ് കേട്ടോ. ക്ലോറിന്റെ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡീക്കൻസ് പ്രക്രിയയാണ്. ഹൈഡ്രജന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈഡ്രജൻ. അത് ബോഷ് പ്രക്രിയയാണ് കേട്ടോ. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. അതിന്റെ ഉൾപ്രേരകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അയൺ ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും ആണ് കേട്ടോ. അയൺ ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും ആണ്. ഇനി മഗ്നീഷ്യത്തിന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? മഗ്നീഷ്യം. അത് ഡൗൺസ് പ്രോസസ് എന്നറിയപ്പെടുന്നു കേട്ടോ. മഗ്നീഷ്യം ആണെങ്കിൽ അത് ഡൗൺസ് പ്രോസസ് എന്നറിയപ്പെടുന്നു. അലൂമിനിയത്തിന്റെ ഏതാണ്? അത് ഹാർട്ട് ഹെറൗൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നു കേട്ടോ. ഒന്നുകൂടെ പറയാം. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയയാണ്. അതിന്റെ ഉൾപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡും ക്ലോറിന്റെ ഡീക്കൻസ് പ്രക്രിയയും ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അതിന്റെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് ക്രോമിയം ഓക്സൈഡും ആണ്. മഗ്നീഷ്യത്തിന്റെ വ്യാവസായിക ഉത്പാദനം അറിയപ്പെടുന്നത് ഡൗൺസ് പ്രോസസ് ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ ആണെങ്കിൽ അത് ഹാർട്ട് ഹെറൗൾഡ് പ്രക്രിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അത് സിങ്ക് ആണ്. ഓപ്ഷൻ ഡി സിങ്ക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ശരിയാണോ? അത് ശരിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ സി അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകങ്ങളാണ് ഹൈഡ്രജൻ. ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അത് ശരിയാണ് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അത് തെറ്റാണ്. അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഏതാണെന്ന് വെച്ചാൽ ഏതാണെന്ന് പറയും? അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ. ഇപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബംഗളൂരു, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി ഡൽഹി. ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഏതാ? അത് ഓപ്ഷൻ ബി ബംഗളൂരു ആണ് കേട്ടോ. ബംഗളൂരു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഭീം, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി ധ്രുവ്, ഓപ്ഷൻ ഡി പ്രഗ്യാൻ. ഏതാ? അത് ഓപ്ഷൻ ഡി പ്രഗ്യാൻ ആണ് കേട്ടോ. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഏത് രാജ്യമാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യ ആണ് കേട്ടോ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേര് അത് വിക്രമാണ് കേട്ടോ. ഇനി ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? അത് ശിവശക്തി പോയിന്റ് ആണ് കേട്ടോ. ശിവശക്തി പോയിന്റ്. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ തീയതി എന്നാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2023 ഓഗസ്റ്റ്
23-നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മൃദംഗം, ഓപ്ഷൻ ബി തബല, ഓപ്ഷൻ സി വീണ, ഓപ്ഷൻ ഡി മിഴാവ്. ഏതാ? അത് ഓപ്ഷൻ ഡി മിഴാവാണ് കേട്ടോ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണെന്ന് വെച്ചാൽ അത് മിഴാവാണ് കേട്ടോ. ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് വെച്ചാൽ അത് കൂത്താണ് കേട്ടോ. നൃത്തം എന്നർത്ഥം വരുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ്. നൃത്തം എന്നർത്ഥം വരുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ് കൂത്തെന്ന് പറയുന്നത്. ഇനി കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് എന്താണ്? കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അത് കൂത്തമ്പലമാണ് കേട്ടോ. കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് കൂത്തമ്പലമാണ്. ഇനി കൂടിയാട്ടത്തിന്റെ ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണെന്ന് വെച്ചാൽ അത് കൂത്താണ്. എന്താണ്? കൂടിയാട്ടത്തിന്റെ ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണെന്ന് വെച്ചാൽ അത് കൂത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സി വി രാമൻപിള്ള, ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ, ഓപ്ഷൻ സി അപ്പു നെടുങ്ങാടി, ഓപ്ഷൻ ഡി കെ സരസ്വതിയമ്മ. ആരാ? അത് ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. അപ്പം 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് കേട്ടോ. ഇനി മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ രചിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ വായിക്കാം. ചാക്യാർ കൂത്ത്, ഓപ്ഷൻ ബി മുടിയേറ്റ്, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി പാഠകം. അത് ഓപ്ഷൻ സി കഥകളിയാണ് കേട്ടോ. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് അത് പുറപ്പാടാണ് കേട്ടോ. ഇനി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം കേട്ടോ. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏതാണെന്ന് വെച്ചാൽ അത് പുറപ്പാടും. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. ഇനി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം അത് ഹസ്തലക്ഷണ ദീപികയാണ് കേട്ടോ. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണ്? അത് 24 കേട്ടോ. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 24. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ, ഓപ്ഷൻ ബി റഫീഖ് അഹമ്മദ്, ഓപ്ഷൻ സി വി എം ഗിരിജ, ഓപ്ഷൻ ഡി മുരുകൻ കാട്ടാക്കട. ആരാണ്? അത് ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മയാണ് കേട്ടോ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് അത് ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1970, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 1971. എന്താണ്? ഓപ്ഷൻ ബി 1973-ലാണ് കേട്ടോ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1973-ലാണ്. ഇനി 2024 78-ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? 2024 78-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണെന്ന് വെച്ചാൽ ആരാ? അത് വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ കേരളത്തെയാണ് തോൽപ്പിച്ചത് കേട്ടോ. കേരളത്തെയാണ് തോൽപ്പിച്ചത്. ഇനി ഈ വെസ്റ്റ് ബംഗാളിന്റെ 33-ാമത്തെ കിരീടമായിരുന്നു കേട്ടോ. വെസ്റ്റ് ബംഗാളിന്റെ 33-ാമത് കിരീടമായിരുന്നു ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം കേട്ടോ. 57-ാമത്തെ ക്വസ്റ്റ്യൻ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി ഖത്തർ, ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ. ഏതാ? അത് ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ആണ് കേട്ടോ. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 58-ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പി നരേന്ദ്രനാഥ്, ഓപ്ഷൻ ബി കിളിരൂർ രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി AS പ്രിയ, ഓപ്ഷൻ ഡി സിപ്പി പള്ളിപ്പുറ. ഏതാണ്? അത് ഓപ്ഷൻ സി AS പ്രിയയ്ക്കാണ് കേട്ടോ.
ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ അത് കെ ജയകുമാർ ആണ് കേട്ടോ. കെ ജയകുമാർ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന്. അപ്പൊ ഒന്നുകൂടെ പറയാം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് കെ ജയകുമാർ ആണ്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ്. ഇനി 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാല് അത് ഉണ്ണി അമ്മയമ്പലമാണ് കേട്ടോ. കൃതി ചോദിച്ചാൽ അൽഗോരിതങ്ങളുടെ നാട്. ഉണ്ണി അമ്മയമ്പലം. കൃതി ചോദിച്ചാൽ അൽഗോരിതങ്ങളുടെ നാട്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണെന്ന് വെച്ചാൽ അത് ആർ ശ്യാം കൃഷ്ണനാണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ആരാണെന്ന് വെച്ചാൽ അത് ആർ ശ്യാം കൃഷ്ണനാണ്. മീശക്കുള്ളൻ എന്ന ചെറുകഥയ്ക്ക്. മീശക്കുള്ളൻ എന്ന ചെറുകഥയ്ക്ക്. ഇനി മികച്ച മലയാള പരിഭാഷയ്ക്ക് കിട്ടിയത് കെ വി കുമാരനാണ് കേട്ടോ. മികച്ച മലയാള പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ വി കുമാരൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഏതാ? ഓപ്ഷൻ വായിക്കാം. സ്പാം, ഓപ്ഷൻ ബി ഹാക്കിംഗ്, ഓപ്ഷൻ സി ഫിഷിംഗ്, ഓപ്ഷൻ ഡി വൈറസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇതൊരു ഡാഷ് ആണ്. എന്താണ് അത്? ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ്. ഓപ്ഷൻ സി ഫിഷിംഗ് ആണ് കേട്ടോ. ഇനി കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നതാണ് വൈറസ് എന്ന് പറയുന്നത്. ഇനി അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയോ ഡേറ്റകളോ നശിപ്പിക്കുന്ന പ്രവൃത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളോ ഡേറ്റകളോ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പരസ്യം ചെയ്യൽ, ഫിഷിംഗ്, മാൽവെയർ പ്രചരിപ്പിക്കൽ തുടങ്ങിയവയുടെ ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റിലൂടെ വ്യാപിക്കുന്ന അപ്രസക്തമോ ആവശ്യപ്പെടാത്തതോ ആയ സന്ദേശങ്ങളാണ് സ്പാം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പരസ്യം ചെയ്യല്, ഫിഷിംഗ്, മാൽവെയർ പ്രചരിപ്പിക്കൽ തുടങ്ങിയവയുടെ ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റിലൂടെ വ്യാപിക്കുന്ന അപ്രസക്തമോ ആവശ്യപ്പെടാത്തതോ ആയ സന്ദർഭങ്ങളാണ് സ്പാം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫയർവാള്, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, ഓപ്ഷൻ സി ഹബ്ബ്, ഓപ്ഷൻ ഡി റൂട്ടർ. ഏതാണ് അത്? ഓപ്ഷൻ ഡി റൂട്ടർ ആണ് കേട്ടോ. റൂട്ടർ. അപ്പൊ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി റൂട്ടർ ആണ്. ഇനി ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്ര സ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്ര സ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ഹബ്ബ് ആണ് കേട്ടോ. ഹബ്ബ്. ഇനി രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? രണ്ട് നെറ്റ്വർക്കുകളെ ഒരു ലോജിക്കൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? അത് ബ്രിഡ്ജ് ആണ് കേട്ടോ. ബ്രിഡ്ജ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി യൂസർ. ഏതാണ്? ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അത് ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ.
ഇനി കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ സോർട്ടിങ്, ഡിലീറ്റിങ്, കോപ്പിയിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ സോർട്ടിങ്, ഡിലീറ്റിങ്, കോപ്പിയിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡാം ഒരു ഡാഷ് ആണ്. DAAM. ഡാം ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി മാൽവെയർ, ഓപ്ഷൻ സി സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി ക്രിപ്റ്റോ കറൻസി. ഒന്നുകൂടെ പറയാം, ഡാം ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ ഒന്നുകൂടെ പറയാം, ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി മാൽവെയർ, ഓപ്ഷൻ സി സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി ക്രിപ്റ്റോ കറൻസി. അത് ഓപ്ഷൻ ബി മാൽവെയർ ആണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ പ്രോഗ്രാം അറിയപ്പെടുന്ന പേരാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഇതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഫയൽ അഥവാ പ്രോഗ്രാം അറിയപ്പെടുന്നതാണ് മാൽവെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി മെഷീൻ ലേണിംഗ്, ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി, ഓപ്ഷൻ ഡി വെർച്വൽ റിയാലിറ്റി. അത് ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഓപ്ഷൻ വായിക്കാം. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി കേൾക്കാനുള്ള അവകാശം, ഓപ്ഷൻ ഡി പരിഹാരം തേടാനുള്ള അവകാശം. ഏതാണ്? അത് ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശമാണ് കേട്ടോ. ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 10ാം വകുപ്പ്. ഇനി ഓപ്ഷൻ ബി പറയുന്നത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 15ാം വകുപ്പ്. ഓപ്ഷൻ സി 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ 12ാം വകുപ്പ്. ഓപ്ഷൻ ഡി പറയുന്നത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 3ാം വകുപ്പ്. ഏതാണ്? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ് കേട്ടോ. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 67ാമത്തെ ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്ന അവകാശങ്ങൾ ഉൾപ്പെടുന്നു. ഓപ്ഷൻ വായിക്കാം. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, ഓപ്ഷൻ ബി രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, ഓപ്ഷൻ സി മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഒന്നുകൂടെ പറയാം, ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, ഓപ്ഷൻ ബി രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, ഓപ്ഷൻ സി മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 60 ദിവസം, ഓപ്ഷൻ ബി 30 ദിവസം, ഓപ്ഷൻ സി 90 ദിവസം, ഓപ്ഷൻ ഡി 1 വർഷം. എത്രയാണ്? 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്രയാ? അത് 30 ദിവസമാണ് കേട്ടോ. ഓപ്ഷൻ ബി 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ ബി 16 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ സി 14 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ ഡി 10 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ
ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിജയ് കിഷോർ രഹത്കർ, ഓപ്ഷൻ ബി ജയന്തി പട്നായിക്, ഓപ്ഷൻ സി രേഖ ശർമ്മ, ഓപ്ഷൻ ഡി ലളിത കുമാരമംഗലം. അത് ഓപ്ഷൻ എ വിജയ് കിഷോർ രഹത്കർ ആണ് കേട്ടോ. വിജയ് കിഷോർ രഹത്കർ. അപ്പൊ നമ്മളിന്ന് 70 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ഇംഗ്ലീഷ് മലയാളം ഒക്കെ വേറെ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യും.